ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അതിനു മുന്നേ നമ്മുടെ ചെടിത്തോട്ടം കണ്ട കുറേ നാളായിട്ട് ചെടികളുടെ പ്രത്യേകിച്ച് അപ്ഡേറ്റുകൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ചെടിയുടെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളാവട്ടെ. നമുക്ക് കുറേ തക്കാളിയും വഴുതനങ്ങയും എല്ലാ ദിവസവും വഴുതനങ്ങയും പച്ചമുളകും തക്കാളിയും ഒക്കെ കിട്ടും. കൈപ്പയ്ക്കും കിട്ടാറുണ്ട്, എല്ലാം കിട്ടാറുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ആദ്യമായിട്ട് മുറിച്ചു ക്യാബേജ്. 4 ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്യാബേജ് നമ്മൾ ഇന്നലെ മുറിച്ചു. പിന്നെ ഇതാ പച്ചമുളകും ഒക്കെ ഉണ്ടായിരിക്കണ കണ്ടില്ലേ. ഇത് ബ്രോക്കോളിയാണ് കേട്ടോ. ബ്രോക്കോളി ഉണ്ടായി വരണുള്ളൂ. 2 ബ്രോക്കോളി ഉണ്ട്. ഇത് ചീര. ഈ ചീരയുടെ പേര് എന്തുട്ട് ചേട്ടാ? ഈ ചീരയുടെ പേര് എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ ഒരു ചീര. പിന്നെ ചീര, ചോണച്ചീര എന്താ എല്ലാം നമ്മുടെ സെറ്റായി വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി ഞങ്ങളൊരു പേരയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞുമണിയെ കൊണ്ട്. കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ വരുന്നത് ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അപ്പം കഴിഞ്ഞ കൊല്ലം ഞങ്ങളൊരു പേരയ്ക്ക വെച്ചിട്ടുണ്ടായിരുന്നു, വയലറ്റ് കളറ് പേരയ്ക്ക. അപ്പം അതുമ്മേ ചെറുതായിട്ട് കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അടുത്തത് ഈ ജൂണിൽ നമുക്ക് വെക്കണം. അതെന്ത് ഫ്രൂട്ട് വേണമെന്ന്. തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങിക്കണുണ്ടോ? തക്കാളി പഴുത്തു തുടങ്ങിയിരിക്കണതാ. ഇനി ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. വലിയ തക്കാളി ഉണ്ട്, കുഞ്ഞു മണിത്തക്കാളി എങ്ങാണ്ട് ഇന്നലെ അമ്മ പറഞ്ഞേ. മണിത്തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും 3 സൈസിലൊക്കെ അത് പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിയുടെ അപ്ഡേറ്റ്. പിന്നെ ബാക്കിലും വേറെ കുറേ പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണല്ലോ ഇപ്പോഴത്തെ നമ്മളുടെ ചൂടും വെയിലും ഒക്കെ ആയിട്ട്. പിന്നെ ചൂടായ കാരണം AC-യും ഫാനും ഫുൾ ടൈം AC-യും ഫാനാണ്. അപ്പോൾ നമ്മളുടെ കാശൊക്കെ അല്ല കുത്തനെ ആണ് കറണ്ട് പോണത്. അതുപോലെ കറണ്ട് കാശും കുത്തനെ വന്നുകൊണ്ടിരിക്കണ കാരണം ഞങ്ങളല്ല, അച്ഛൻ കുറേ നാളായിട്ടുള്ള അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സോളാർ വെക്കണം എന്നുള്ളത്. അപ്പോൾ ആ സോളാറാണ് ആദ്യത്തെ വിശേഷം. എത്ര കിലോ വാൾട്ടാട്ടാ? വീഴും കുഞ്ഞുമണി, ഒന്നും പിടിക്കരുത്. എത്ര കിലോ വാൾട്ടാ? 3 കിലോ വാൾട്ടിൻ്റെ സോളാറാണ് വെച്ചേക്കുന്നത്. അത് ട്രസ്സിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചേക്കണത്. അതിപ്പോൾ അധികം നമുക്ക് റോട്ടിലൊന്ന് സൂം ചെയ്യാം അല്ലേ? റോട്ടിലൊന്ന് കാണിച്ചു കൊടുക്കാട്ടാ. കുഞ്ഞുമണി ബാ, റോട്ടിക്ക് പോവാ. മാറ്, വരൂ 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 വരൂ. ആ ടാറ്റ പോവാം, വരൂ. ആദ്യം നീ ഇങ്ങോട്ട് വരൂ. ചെരുപ്പിട്ടുണ്ടല്ലോ. അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം അത് കാരണം ഇന്ന് കാണിച്ചു തരും. കാണണ്ട സോളാറ്? അങ്ങോട്ട് പോരുത്, വാ. ഇനി നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് ഇനി മീറ്ററൊക്കെ കാണിച്ചു കൊടുക്കാം. വരൂ 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 വരൂ. അതെ ചിറ്റി ചേച്ചിയെ കാണാൻ പോവാ. പോവാ, നടക്കൂ. ഇന്ന് നല്ല ഡ്രസ്സ് ഇട്ടായിരുന്നു. വേറൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കണതാണ്. നടക്കാന്നിട്ട് പോവാ, ചിറ്റി ചേച്ചിയെ കാണാൻ പോവാ. നടക്കൂ നടക്കൂ. സോളാറൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. നടക്കുന്നത് എവിടെയാ സോളാറിൻ്റെ ഇത് വെച്ചാണെ? കാണിച്ചു കൊടുക്കൂ. സോളാറിൻ്റെ ഇത് കാണിച്ചു കൊടുക്കൂ. പോവാ വരൂ. ഒരു രക്ഷയില്ല, വന്നാലമ്പാവളെ കൊണ്ട്. ഇവിടെ വേറെ ഒരു സാധനം ഉണ്ട് കേട്ടോ, മുന്തിരി. അമ്മ ഇതെന്ത് മുന്തിരിയാ? പച്ചയും 2 ടൈപ്പ് മുന്തിരിയാണ് വന്നുകൊണ്ടിരിക്കണത്. 2 ടൈപ്പ് മുന്തിരിയാണ്, പച്ചയുണ്ട് വയലറ്റും ഉണ്ട്. കുരുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഉണ്ടാവും പറയാം.
എന്തിനാ കരയണേ? പുറത്തേക്ക് കൊണ്ടുപോവാട്ടാ, പുറത്തേക്ക് ആ പോവാ. ഇതാണ് സോളാറിന്റെ മീറ്റർ. ഇത് ഇൻവെർട്ടർ അല്ലേ? ഇത് സോളാറിന്റെ ഇൻവെർട്ടർ ആണ് കേട്ടോ. അപ്പൊ എന്താ ഫെസ്റ്റോണിന്റെ ആണ് സാധനം. ഇത് ഇൻവെർട്ടർ ഒക്കെ എത്ര കിലോമീറ്റർ പറഞ്ഞ? ഇൻവെർട്ടർ 4 കിലോവാട്ടിന്റെ ആണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ KCB-കാരൊക്കെ വന്ന് ഇതിലല്ലേ വേറെ മീറ്റർ, ഇത് അടച്ചിട്ടേക്കാട്ടോ. ഇതില് വേറെ മീറ്ററൊക്കെ വെച്ച് ഇതിലല്ല അല്ലേ വെച്ചത്? ഇതിലാണ്. ഇതില് പുതിയ മീറ്ററൊക്കെ വെച്ചിട്ട് നമ്മള് ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഇതില് കാണിച്ചു. ആ സാധനം പൊക്കിയാ മതി. രാഷ്ട്രീയക്കാരെ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്തോളൂ. അത് ഒരു 60 സെക്കൻഡ് എടുക്കും. 60 സെക്കൻഡ് എടുക്കും അത്. അല്ല, അത് അവിടെ കാണിക്കും. ഒന്നും കിട്ടില്ല, ഒന്നും ഉണ്ടാവില്ല. അത് അലാം പോവും. എന്നിട്ട് മറ്റേ DC AC ആ നോർമൽ അതാണ്. ചേട്ടാ കുഞ്ഞാണി പുറത്ത് പോവാ. അതിനേതായാലും മീറ്റർ വെച്ചു. സോളാർ വെക്കാൻ നമുക്ക് നമ്മളുടെ ഒരു ദിവസം ഇൻവെർട്ടർ അങ്ങോട്ട് ഒരു ഇടിവെട്ടില് കേടായി. അപ്പൊ ഇൻവെർട്ടർ ശരിയാക്കാൻ പോവാ. ഇൻവെർട്ടർ ശരിയാക്കാൻ ആരാ വരിക വിചാരിച്ചിട്ട് ഒരു അങ്കിളിനെ വിളിച്ചപ്പോ ആ ചേട്ടൻ വന്നു. അപ്പൊ ആ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് സോളാർ ആ ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നിട്ടാ. അപ്പൊ അങ്ങനെ എന്താ ചേട്ടന്റെ പേര് എന്നിട്ടാ ശ്രീജിത്ത്. അവൾ ഇറങ്ങി ഓടി. അപ്പൊ അങ്ങനെ ആ ചേട്ടനാണ് വന്ന് എല്ലാം സെറ്റ് ചെയ്ത്. ഇതിനെന്താ പ്രത്യേകിച്ച് വേറെ എന്തോ ഒരു ആപ്പൊക്കെ ഉണ്ട് ചെയ്തിട്ട്. ഒരു മിനിറ്റ് ഇതാ ഓടിപ്പോണു. കുഞ്ഞുമണി ഇതേ നമുക്ക് വീഡിയോ എടുക്കണം. അങ്ങനെ ആ ചേട്ടൻ വന്നിട്ടാണ് സോളാറിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു. KCB-ന്ന് ആൾക്കാർ വന്ന് അപ്രൂവൽ ചെയ്ത്. ഭയങ്കര ചടങ്ങുകളൊക്കെയാണ് കേട്ടോ ഈ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 2-3 ദിവസമൊക്കെ പിടിച്ചു. 2-3 ദിവസമൊക്കെ പിടിച്ചു. പിന്നെ രണ്ടാമത്തെ വിശേഷം അടക്ക് സോളാർ വെച്ച് കഴിഞ്ഞപ്പോ നമ്മള് ഇങ്ങനെ ബൈക്ക് ഒരെണ്ണം മേടിക്കണം ഇങ്ങനെ കുറേ നാളായിട്ട് ആലോചിക്കണു ഏത് മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ കുറേ ആയി തിരയണു. ആദ്യം നമ്മള് പൾസറോ അല്ല MT മേടിക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് വേണ്ട വെച്ചിട്ട് ഏതോ എക്സ്ട്രീം ആക്കി. അതും വേണ്ട വെച്ചിട്ട് പിന്നെ വേറെ ഏതോ എക്സ്ട്രീം ആക്കി. അത് കഴിഞ്ഞപ്പോ പിന്നെ വേറെ ഏതോരെണ്ണം കൂടി വിചാരിച്ചു. പിന്നെ ഒരു ദിവസം ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ബൈക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. ശരി ഇലക്ട്രിക് ബൈക്ക് എങ്കിൽ ഇലക്ട്രിക് ബൈക്ക് എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഈ സാധനം മേടിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചു ചേട്ടാ. അല്ല കിഡു എന്ന് പറഞ്ഞ കിഡു സാധനം. അപ്പൊ സോളാർ വെച്ചതിന് ശേഷം നമ്മൾ മേടിച്ച രണ്ടാമത്തെ വിശേഷം നമ്മുടെ ഓർബൻ ഇലക്ട്രിക് സിഗ്മ. കണ്ട ഇതാണ് കേട്ടോ നമ്മളുടെ രണ്ടാമത്തെ അതിഥി. നല്ല ബ്ലാക്കും ഒരു ഓറഞ്ച് റെഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇത്. സാധനം നല്ല സാധനമാണ് കേട്ടോ, അടിപൊളി. അതിപ്പോൾ മറ്റേ സാധാരണ ബൈക്കിലൊക്കെ ബൈക്കിലും
കിടുക് 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 എന്നിട്ട് ഒച്ച ഉണ്ടാവണ മാതിരി. ഇതിൽ ഒച്ചയൊന്നും ഇല്ല കേട്ടോ. അത് ബാറ്ററി ഇലക്ട്രിക് ആയ കാരണമാണ് ഒച്ചയില്ലാത്തത്. പക്ഷെ ഈ സാധനം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഞങ്ങളുടെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഇന്ന് മേടിച്ചോളുന്ന വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ചയാണ് നമ്മൾ ഈ സാധനം മേടിച്ചോളുന്നത്. ചേട്ടാ അത് ഫുൾ കാണിച്ചു കൊടുക്കൂ. വെള്ളിയാഴ്ച തന്നെ മേടിച്ചോളുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് തന്നെ ഞങ്ങൾ പൂജിച്ച് നമ്മുടെ ആളെ അങ്ങോട്ട് കുട്ടപ്പനാക്കി കേട്ടോ. ചേട്ടൻ്റെ അതാ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ബൈക്ക് വേണമെന്ന്. ഇവിടെ 2 ടൂ വീലറാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എൻ്റെയും പിന്നെ ഒന്ന് അച്ഛൻ്റെയും ടൂ വീലറായിരുന്നു. പിന്നെ കാറ് ഓൾറെഡി നമുക്ക് ഒരെണ്ണമുണ്ട്. അപ്പം അങ്ങനെ ഒരു ടൂ വീലർ ആക്റ്റീവായിരുന്നു. അച്ഛൻ്റെ ആക്റ്റീവ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞപ്പോൾ പുതിയ ആളെ ഇങ്ങോട്ട് എത്തിച്ചു. അതാണ് ഈ ആള്. മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പൂച്ച പുതിയ സീറ്റ് കണ്ടേനിങ്ങനെ മാന്തി പൊളിച്ച് ഇതാക്കണോണ്ട് നമ്മൾ തുണിയൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചതാണ് കേട്ടോ. ഇപ്പം പിന്നെ പെട്രോളിനൊക്കെ വില കൂടി തുടങ്ങിയില്ലേ. അപ്പോൾ ലാഭം നമുക്ക് ഇലക്ട്രിക്കാണ്. ചേട്ടനും സുഖം തന്നെയാണ്. ഇലക്ട്രിക് ആവുമ്പോൾ എത്ര 100%. നിങ്ങൾക്ക് എത്ര കിലോമീറ്ററാ? ചേട്ടന് ഇവിടെ നിന്ന് ഷൊർണൂർ വരെ പോയി വരാനുള്ള ചാർജ് ഉണ്ടാവും എന്തായാലും. നല്ല സാധനമാണ്, അടിപൊളി സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ വിശേഷം. പിന്നെന്താ? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കണു. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അച്ഛനോടും ചേട്ടനോടൊക്കെ ചോദിച്ചിട്ട് ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ പറയാം. എനിക്ക് വണ്ടികളെ കുറിച്ചിട്ട് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. വണ്ടിയാണോ ആ വണ്ടി ഓടിക്കറിയോ അത്ര തന്നെ. അല്ലാണ്ട് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ വണ്ടിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞുതരാം. എത്ര പ്രൈസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.